Hello, welcome back to my channel. So, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സ്ട്രെയിറ്റ് കുർത്താസ് ആണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് വരുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് കുർത്തയാണ്. ഇത് ഗുൽമോഹർ ജയ്പൂർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. പിന്നെ നെക്കിലുണ്ട് കേട്ടോ പടി. വി നെക്കാണ്. മൊത്തം ഇങ്ങനെ പ്രിൻ്റഡ് ആണ്. കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. സൂപ്പർ കംഫർട്ടബിൾ ആണ്. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഇവിടം തൊട്ടാണ് സ്ലിറ്റ്. ലൈനിങ് ഒന്നും ഇല്ല കേട്ടോ. നല്ല കംഫർട്ടബിൾ ആണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. ഞാൻ മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് ചെറിയ രീതിയിൽ ലൂസ് ആട്ടോ. പിന്നെ ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആവും. അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തത് 799 റുപ്പീസിനാട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ബ്ലാക്ക് ലെഗിൻസിൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ സൈഡിലും സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അടുത്ത ജനസേൻ്റെ ഈ ഒരു കുർത്തയാണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. 3/4 സ്ലീവ് ആണ്. മൊത്തം ഇങ്ങനെ പ്രിൻ്റഡ് ആണ്. പിന്നെ ഈ യോക്ക് പോർഷനിലാണെങ്കിൽ ഇവിടെ പൈപ്പിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ ബട്ടൺസ് ഉണ്ട്. ഷോ ബട്ടൺസ് ആട്ടോ. റൗണ്ട് നെക്കാണ്. ഇവിടെ തൊട്ടിട്ടാണ് സ്ലിറ്റ്. ഇത് ഞാൻ ഓർഡർ ചെയ്ത മീഡിയം സൈസ് ആട്ടോ. പക്ഷെ എനിക്ക് വന്നത് ലാർജ് ആണ്. പക്ഷെ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആട്ടോ അത്. ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. ഞാനത് പർച്ചേസ് ചെയ്ത് 419 റുപ്പീസിനാണ്. 419. അടുത്തത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന കോട്ടൺ കുർത്തയാണ്. സ്ലീവ്ലെസ് ആട്ടോ. എക്സ്ട്രാ സ്ലീവ്സ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇൻഡോ എറയുടെ കുർത്തയാണിത്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇവിടെ തൊട്ടിട്ടാണ് സ്ലിറ്റ്. ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ് ആട്ടോ. ഇതിൻ്റെ പിങ്ക് ഷെയ്ഡ് ഞാൻ മുന്നേ എൻ്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാനത് വൈറ്റ് പലാസോ വെച്ചിട്ടാട്ടോ സ്റ്റൈൽ ചെയ്യാറ്. പലാസോൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുക. ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു പലാസോ ഉണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ മേടിച്ചത് 1 സൈസ് അപ്പ് ആട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്ത ഞാൻ ഇടയ്ക്ക് 1 സൈസ് അപ്പ് പർച്ചേസ് ചെയ്യാറുണ്ട്, എസ്പെഷ്യലി കോട്ടണൊക്കെ ആകുമ്പോൾ. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 499 റുപ്പീസിനാണ്. അടുത്തത് ജനസിയൻ്റെ ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന കുർത്തയാണ്. 3/4 സ്ലീവ് ആണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഷോ ബട്ടൺസ് ഉണ്ട് കേട്ടോ. ഇവിടെ തൊട്ട് സ്ലിറ്റ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ അത് മേടിച്ചത് മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 387 റുപ്പീസിനാണ്. അടുത്ത ഈ നേവി ബ്ലൂ പ്രിൻ്റഡ് കുർത്തയാണ്. വി നെക്കാണ്. നെക്കിൻ്റെ ഇവിടെ പടിയുണ്ട്. 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ അറ്റത്തും പടി വെച്ചിട്ടുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. ഇവിടെ തൊട്ടിട്ട് സ്ലിറ്റ്. നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ. ഞാൻ അത് മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് ചെറിയ രീതിയിൽ ലൂസ് ആട്ടോ. പിന്നെ കോട്ടൺ ആയതുകൊണ്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷ്രിങ്ക് ആവും. ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഫിറ്റ് ആണ്. അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്ത് 509 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു കുർത്തയാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്തയാട്ടോ. മൊത്തം ഇങ്ങനെ പ്രിൻ്റഡ് ആണ്. ഇതിനാണെങ്കിൽ കോളർ വരുന്നുണ്ട്. എക്സ്ട്രാ സ്ലീവ്സ് നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ റയോൺ ആട്ടോ. 2 സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ തൊട്ടിട്ട് സ്ലിറ്റ്. അപ്പോൾ ഞാൻ മേടിച്ചത് മീഡിയം സൈസ് ആട്ടോ. എനിക്കാണെങ്കിൽ ഫിറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ടൈറ്റ് അല്ല, ഇങ്ങനെ ഫിറ്റഡ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. 1 സൈസ് അപ്പ് ആയിരിക്കും എനിക്ക് കുറച്ചുകൂടി സ്യൂട്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ചും കൂടി അവൈലബിൾ ആണ്. ഇത് ഗുൽമോഹർ ജയ്പൂരിൻ്റെ ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്ത് 419 റുപ്പീസിനാണ്. ഇതാണെങ്കിൽ ബ്ലാക്ക് ലെഗിൻ, സ്ട്രൈറ്റ് പാൻസ്, പലാസോൻ്റെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. പിന്നെ ലൈറ്റ് ബ്ലൂ ജീൻസിൻ്റെ കൂടെ ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.